അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, മറ്റു പ്രിയപ്പെട്ട മുത്താലിം സുഹൃത്തുക്കളെ, നാം ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്ന എക്സലൻസിയുടെ കലകൾ പെയ്തിറങ്ങുന്ന ഈ ഒരു ക്യാമ്പസ് ഫെസ്റ്റിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കേരളത്തിലെ മാറുന്ന കാലാവസ്ഥ, വെല്ലുവിളികളും പരിഹാരങ്ങളും എന്ന വിഷയത്തിൽ 2 വാക്ക് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. കേരളം അതിൻ്റെയേറെ സൗന്ദര്യവും സമ്പ്രദായ ജൈവ വൈവിധ്യവും കൊണ്ട് അറിയപ്പെട്ടിരുന്നൊരു ചുറ്റുപാടിൽ ചില വ്യക്തികളുടെ മോശമായ പ്രവൃത്തികൾ കാരണം കേരളം ഇപ്പോൾ ഒരു ഗുരുതരമായ ഭീഷണി നേരിടുന്നു. കാലാവസ്ഥ വ്യത്യാസം സംസ്ഥാനത്തിൻ്റെ സന്തുലിത വ്യവസ്ഥയെ മാറ്റുന്നു. കേരളത്തിലെ സസ്യജന്തുജാലങ്ങൾക്കും അത് ബാധിക്കുന്നു. ജനങ്ങളുടെ ജീവിതത്തെ അത് സ്വാധീനിക്കുന്നു. ഉയർന്ന താപനിലകളിൽ മഴയുടെ മാറുന്ന മാതൃകകൾ കൃഷിയെ ബാധിക്കുന്നു. വിളവ് പരാജയപ്പെടുന്നു, വിളവ് കുറയുന്നു. വെള്ളപ്പൊക്കങ്ങളുടെയും മണ്ണൊലിപ്പുകളുടെയും പ്രത്യേകിച്ചുള്ള ആവർത്തി ജീവഹാനികളുടെയും സ്വത്ത് നാശിനികളും അത് സൃഷ്ടിക്കുന്നു. ഉയർന്ന താപനിലകളിൽ രോഗങ്ങളുടെ വിതരണത്തെ കുറയ്ക്കുന്നു. മനുഷ്യന്റെ ആരോഗ്യത്തെയും അത് ബാധിക്കുന്നു. ഇതിനുള്ള ചില പരിഹാരങ്ങളാണ്: ഓർഗാനിക് കൃഷിയും അഗ്രോ ഫോറസ്ട്രിയും പ്രോത്സാഹിപ്പിച്ച് മണ്ണിൻ്റെ ആരോഗ്യവും ജൈവ വൈവിധ്യവും വർദ്ധിപ്പിക്കാം. രണ്ടാമത്തത്, വെള്ള സ്രോതസ്സുകൾ സംരക്ഷിച്ച് കാര്യക്ഷമതയെ ഉപയോഗവും ശേഖരണവും കൂടി വരുന്നു, ആവശ്യകതയെ നേരിടാൻ സഹായിക്കും. മൂന്നാമത്തത്, സൗര ഊർജ യന്ത്രവും കാറ്റാടി യന്ത്രവും പോലെയുള്ള വീണ്ടും ഉപയോഗിക്കാൻ കഴിവുള്ള ഊർജ സ്രോതസ്സുകളിൽ നിക്ഷേപം നടത്തുന്ന ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാം. പരിസ്ഥിതി സുഹൃത്തായി മാലിന്യ നിർവഹണ രീതികളിൽ നടപ്പാക്കുന്നതും മലിനീകരണം കുറയ്ക്കാനും പരിസ്ഥിതിയെ സംരക്ഷിക്കുകയും ചെയ്യും. കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ആഘാതങ്ങളെ കുറയ്ക്കാനും കാലാവസ്ഥ വ്യതിയാന വിശ്വസ്തമായ അടിസ്ഥാന സൗകര്യങ്ങളും നടപ്പിലാക്കുവാനും കഴിയും. ഈ പരിഹാരങ്ങൾക്ക് പുറമെ കേരളത്തിലെ ആദ്യ പരമ്പര രീതികളിൽ നമുക്ക് പഠിക്കാം. ഉദാഹരണത്തിന്, വെള്ളപ്പൊക്കത്തെ ലഘൂകരിക്കാൻ സഹായിക്കുന്നതിനായി സംസ്ഥാനത്തിൻ്റെ പുരാതന നെൽവയലുകളും തണ്ണീർത്തടങ്ങളും പുനഃസ്ഥാപിക്കാം. കേരളത്തിലെ മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥ ഒരു സമ്മർദ്ദന പ്രശ്നമാണ് മാറി. എന്നാൽ നമ്മൾ ഒന്നിച്ച് പ്രവർത്തിച്ചാൽ നമുക്ക് ചില പ്രത്യേകതകൾ ലഘൂകരിക്കാനും കേരളത്തിലെ ഒരു സുസ്ഥമായ ഭാവി സൃഷ്ടിക്കാനും നമുക്ക് കഴിയും എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ പ്രസംഗം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. വാഹദാവന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.